കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് രാത്രിയിലും ദൈവ പഠനത്തിനായി കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വേഗം വരുന്ന കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസങ്ങളിൽ റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ അവസാനം വരെ ധ്യാനിപ്പാനായിട്ടുള്ള കൃപ ദൈവം നൽകുകയുണ്ടായി. ഇനി നമുക്ക് 8-ാം അധ്യായത്തിലേക്ക് വരാം. 8-ാം അധ്യായം ഏതാണ്ട് 2 ഭാഗമായിട്ട് തിരിച്ച് ഞാനത് ധ്യാനിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ഇന്ന് ആദ്യത്തെ 17 വാക്യം നമുക്ക് അതൊന്ന് ആശയം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. 8-ാം അധ്യായത്തിന് നിങ്ങളൊരു പേര് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വേണേ പേര് കൊടുക്കാം. ഇറ്റ് ഈസ് എ ഡിക്ലറേഷൻ ഓഫ് ക്രിസ്ത്യൻ ഫ്രീഡം. ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനമാണ് 8-ാം അധ്യായം. 8-ാം അധ്യായത്തിൻ്റെ തലക്കെട്ട് അങ്ങനെ വേണം. ഇറ്റ് ഈസ് ദ ഡിക്ലറേഷൻ ഓഫ് ക്രിസ്ത്യൻ ഫ്രീഡം. ഞാനങ്ങനെ പറയാൻ കാരണം ഞാൻ വായിച്ചപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി. 1941 ജാനുവരി മാസം 6-ാം തീയതി നമുക്കറിയാം 1939 തൊട്ട് 45 വരെയാണ് സെക്കൻഡ് വേൾഡ് വാർ നടന്നത്. 1939 തൊട്ട് 45 വരെ. അപ്പോൾ 2-ാം ലോകയുദ്ധം ആരംഭിച്ച് യൂറോപ്പ് യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ട് കൊടുമ്പിരി കൊണ്ടപ്പോൾ അമേരിക്കയുടെ കോൺഗ്രസ്സിൽ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ഒരു പ്രസംഗം ചെയ്തു. അദ്ദേഹം അമേരിക്കൻ കോൺഗ്രസ്സിൽ ചെയ്ത പ്രസംഗം ഇങ്ങനെയാണ്: ഹീ ഈസ് ലുക്കിംഗ് ഫോർ എ വേൾഡ് ഫൗണ്ടഡ് ഓൺ 4 എസെൻഷ്യൽ ഹ്യൂമൻ ഫ്രീഡം. ഈ യൂറോപ്പിലൊക്കെ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ താൻ അമേരിക്കൻ കോൺഗ്രസ്സിൽ പ്രസംഗിക്കുകയാണ്, ഒരു ലോകം, അതായത് 4 പ്രാധാന്യതയർഹിക്കുന്ന മനുഷ്യ സ്വാതന്ത്ര്യത്തിൽ ആസ്പദമായ ഒരു ലോകം ഞാൻ വിഭാവനം ചെയ്യുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. 4 സ്വാതന്ത്ര്യം: 1 ഫ്രീഡം ഓഫ് സ്പീച്ച്, 2 ഫ്രീഡം ഓഫ് വർഷിപ്പ്, 3 ഫ്രീഡം ഫ്രം വാണ്ട്, 4 ഫ്രീഡം ഫ്രം ഫിയർ. ഈ 4 സ്വാതന്ത്ര്യത്തെ ആസ്പദമാക്കിയുള്ളൊരു ലോകം കെട്ടിപ്പടുത്തുന്നത് താൻ വിഭാവന ചെയ്യുന്നു, കാണുന്നുവെന്ന് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് എന്ന അമേരിക്കൻ കോൺഗ്രസ്സിൽ പ്രസംഗിച്ചു. ഫ്രീഡം ഓഫ് സ്പീച്ച്, മനുഷ്യൻ്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം. ഫ്രീഡം ഓഫ് വർഷിപ്പ്, മനുഷ്യന് ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം. 3 ഫ്രീഡം ഓഫ് വാണ്ട്, ആവശ്യങ്ങളിൽ നിന്ന്, അതായത് പട്ടിണിയൊന്നുമില്ലാതെ അവർ സ്വാതന്ത്ര്യമായി ജീവിക്കാനുള്ള ഒരവസരം. 4 ഫ്രീഡം ഫ്രം ഫിയർ, ഭയത്തിൽ നിന്നുള്ള ഒരു മോചനം. വാസ്തവത്തിൽ നമുക്കറിയാം, ഡെമോക്രാറ്റിക് കൺട്രീസ്, അതായത് ജനാധിപത്യ രാഷ്ട്രങ്ങൾ, അമേരിക്ക മുതലായ രാജ്യങ്ങൾ ഈ സ്വാതന്ത്ര്യത്തെ ആസ്പദമാക്കിയാണ് പണിയപ്പെട്ടിരിക്കുന്നത്. ആ സ്വാതന്ത്ര്യം 4 കൂട്ടം സ്വാതന്ത്ര്യമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചെങ്കിൽ ഈ 8-ാം അധ്യായത്തിൽ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൻ്റെ 4 പ്രഖ്യാപനം കാണാം. ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൻ്റെ 4 പ്രഖ്യാപനം കാണാം. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഓടിച്ചു പറയാം. നോക്കണം, ഈ 4 സ്വാതന്ത്ര്യവും നമുക്ക് ലഭിക്കുന്നത്, ഊന്നി പറയുന്നത്, പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിലാണ്. ഈ അധ്യായത്തിന് വേണേൽ വേറൊരു പേര് കൊടുക്കാം. ഇറ്റ് ഈസ് എ ചാപ്റ്റർ ഓഫ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ ഈ 8-ാം അധ്യായത്തിൽ 19 പ്രാവശ്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ 8-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ 19 പ്രാവശ്യം അതിനെ പരാമർശിച്ചിട്ടുണ്ട്. നമ്മൾ നോക്കുക, എന്തിനാണ് ആ സ്വാതന്ത്ര്യം? നമ്മൾ ഓർത്ത പോലെ 4 ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇവിടെ ഓർപ്പിക്കുമ്പോൾ 19 പ്രാവശ്യം പരിശുദ്ധാത്മാവിനെ പരാമർശിക്കുകയാണ്. ഒരു വാക്യം നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 3:17 നോക്കിയാട്ടെ. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം നമ്മളെ സ്വാതന്ത്ര്യമാക്കിയതിനെ കുറിച്ച് അവിടെ വായിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 3:17 വാക്യം: കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ദ ലിബർട്ടി. ആ വാക്യം നോക്കിയാട്ടെ. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: Where the spirit of the Lord, there is liberty. Where the spirit of the Lord, there is liberty. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് ലിബർട്ടി ഉണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഫ്രീഡം ഓഫ് വർഷിപ്പ് ഒരു സിസ്റ്റത്തെ ആസ്പദമാക്കിയല്ല. നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം പരിശുദ്ധാത്മാവിൽ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമാണ്. ഇവിടെ ഇരിക്കുന്ന ഏറിയ പങ്കാളുകളും രക്ഷിക്കപ്പെട്ട് സാമുദായിക പശ്ചാത്തലത്തിൽ നിന്ന് മുന്നോട്ട് വന്നവരാ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ആ സാമുദായിക പശ്ചാത്തലത്തെ ആരാധനയാണോ പരിശുദ്ധാത്മാവിനാൽ ആരാധന?
അല്ലെങ്കിൽ ആത്മാവിൽ സത്യത്തിലുള്ള ആരാധന. ഹിയർ വി എക്സ്പീരിയൻസ് ദ ഫ്രീഡം. ഇവിടെ നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. നമുക്ക് ആത്മപ്രേരണയനുസരിച്ച് കർത്താവിനെ ആരാധിപ്പാൻ സാധിക്കുന്നതിൻ്റെ കാരണം ക്രിസ്തുവിൻ്റെ ആത്മാവിടെ ഉള്ളതുകൊണ്ടാണ്. ആരാധനയുടെ ഫ്രീഡം. എൻ്റെ സൗന്മാരെ ഒന്ന് ഓർത്ത് നോക്കുക. ആ സാമുദായിക പശ്ചാത്തലത്തിൽ നിന്നപ്പോൾ ഒരു ചില സിസ്റ്റത്തെ ആസ്പദമാക്കി ആരാധന എന്ന് പേര് കൊടുത്ത കാര്യങ്ങൾ നടക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിനാലുള്ള ആരാധന, സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ആരാധന, ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ഓർത്തതുപോലെ 19 പ്രാവശ്യം ഈ പരിശുദ്ധാത്മാവിനെ ഇവിടെ മെൻഷൻ ചെയ്യുകയാണ്. എന്താണ് ഈ 4 ഫ്രീഡം? ഇനിയും 8-ാം അധ്യായം 4ആയിട്ട് തിരിക്കാൻ പോവുകയാണ്. അതിൽ 2 നമുക്കിന്ന് പരിശോധിച്ച് കടന്നു പോകാനായിട്ട് ദൈവം അനുവദിക്കട്ടെ. ആദ്യത്തെ 4 വാക്യം, 8-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യം, ഫ്രീഡം ഫ്രം ജഡ്ജ്മെൻറ്റ്, ന്യായവിധിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷയുമില്ല. ഫ്രീഡം ഫ്രം ജഡ്ജ്മെൻറ്റ്, ന്യായവിധിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ആദ്യത്തെ 4 വാക്യം 8-ാം അധ്യായത്തിൻ്റെ 2ാമത്തെ പോർഷൻ 5 തൊട്ട് 17 വരെയുള്ള വാക്യം. 5 തൊട്ട് 17 വരെയുള്ള വാക്യം, ഫ്രീഡം ഫ്രം ഡിഫീറ്റ്, പരാജയങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. വിശ്വാസി പരാജിതനായി തീരേണ്ട ആവശ്യമില്ല. അവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ കൊടുത്തിരിക്കുകയാണ്. അവൻ ജഡത്തിനല്ല കടക്കാരൻ, അവൻ ആത്മാവിനോട് കടംപെട്ടിരിക്കുന്നു. ആത്മാവ് അവന് സ്വാതന്ത്ര്യം നൽകുന്നു. 3ാമത്തെ ഡിവിഷൻ, ഫ്രീഡം ഫ്രം ഡിസ്കറേജ്മെൻറ്റ്. 8-ാം അധ്യായത്തിൻ്റെ 18 തൊട്ട് 30 വരെയുള്ള വാക്യം, ഫ്രീഡം ഫ്രം ഡിസ്കറേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന നിരുത്സാഹങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. എതിർപ്പുകളും പ്രതികൂലങ്ങളൊക്കെ വന്നാലും നമ്മൾ പരാജിതരായി തീരാതെ, ഫ്രസ്ട്രേഷനില്ല, വി എക്സ്പീരിയൻസ് എ ഫ്രീഡം ഇൻ ദ സ്പിരിറ്റ്. 4ാമത് 31 തൊട്ട് 39 വരെയുള്ള വാക്യം, 8-ാം അധ്യായത്തിന് 31 തൊട്ട് 39 വരെയുള്ള വാക്യം, ഫ്രീഡം ഫ്രം ഫിയർ. എന്ത് സംഭവിക്കട്ടെ, മരണം വരട്ടെ, ഉയരത്തിനോ ആഴത്തിനോ ഒന്നിനും നമ്മളെ വേർപെടുത്താൻ കഴിയില്ല. ദർ ഇസ് നോ ഫിയർ. പൗലോസ് ഇവിടെ ഓർപ്പിച്ച പോലെ ഒന്നിനും നമ്മളെ വേർപെടുത്താൻ കഴിയില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമുക്ക് ഉറപ്പ് തരുന്നതുകൊണ്ട് വി ഹാവ് ദ ഫ്രീഡം ഫ്രം ഫിയർ, ആ ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ നമ്മൾ ഓർക്കണം, ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ഒരു ലോകം വിഭാവനം ചെയ്തു. 4 സ്വാതന്ത്ര്യത്തെ ആസ്പദമാക്കി കെട്ടിപ്പണിയുന്ന ഒരു ലോകം. അതുപോലെ ഇവിടെ 8-ാം അധ്യായത്തിൽ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിലൂടെ 4 വിധമായ സ്വാതന്ത്ര്യം, ന്യായവിധിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, പരാജയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, നിരുത്സാഹങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. എത്രയോ കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം. ആദ്യത്തെ 4 വാക്യം നമുക്ക് വായിക്കാം. ആദ്യത്തെ 4 വാക്യം, ഫ്രീഡം ഫ്രം ജഡ്ജ്മെൻറ്റ്, ന്യായവിധിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ദർ ഇസ് നോ കണ്ടംനേഷൻ, ശിക്ഷയില്ല. ആദ്യത്തെ 4 വാക്യം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിൽ കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെ അല്ല, ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മൾ ന്യായപ്രമാണത്തിൽ നീതി നിവർത്തിക്കേണ്ടതിന് തന്നെ. ഇവിടെ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇവിടെ 8-ാം അധ്യായം ആ സംശയങ്ങൾ ദൂരീകരിച്ചു കൊള്ളാം. 8-ാം അധ്യായം ആരംഭിക്കുമ്പോൾ അതുകൊണ്ട് therefore there is no condemnation. എന്താ ഇവിടെ ഈ പറയുന്നത്? നമ്മൾ നേരത്തെ ചിന്തിച്ചു യേശുക്രിസ്തു മൂലം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കുകയായിരുന്നു, പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ രക്ഷ ലഭിച്ചു എന്നുള്ളത് നമ്മൾ ഓർക്കുകയാണ്. നമ്മൾ ഇവിടെ വായിക്കുന്നു 4-ാം വാക്യത്തിൽ, ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന് നിവർത്തിക്കേണ്ടതിന് തന്നെ. അപ്പോൾ ഇത് ഒന്ന് ഇംഗ്ലീഷിലുമൊക്കെ വായിക്കുമ്പോൾ ഒരു സംശയം തോന്നും, ശിക്ഷാവിധി ഇല്ലാത്തവർ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്കാണെന്നൊരു തോന്നലൂടെ വരാറുണ്ട്. ആ ഭാഗം ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ വായിപ്പാനിടയായി. അതായത് കയ്യെഴുത്ത് പ്രതികൾ, ബെസ്റ്റ് മാൻസ്ക്രിപ്റ്റ്സിൽ ആ ഭാഗമില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്കായി ശിക്ഷയില്ലെന്നുള്ളതല്ല,
അങ്ങനെയല്ല അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ലേ. അതിൻ്റെ ശരിയായ കൈയെഴുത്ത് പ്രതിയുടെ അർത്ഥം, ആശയം ഇങ്ങനെയാണ്: ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ആ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ 1-ാം വാക്യത്തിൽ അതുകൊണ്ട് therefore ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷയുമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചപ്പോൾ ശ്രദ്ധിച്ചു, ആദമിലായിരുന്നു മനുഷ്യർ. പീപ്പിൾ വെർ ഇൻ ആഡം. ആദമിൽ നിന്ന് നമ്മളെ അടർത്തിയെടുത്ത് ക്രിസ്തുവിലാക്കി മാറ്റി. ആരാ നമ്മളെ ക്രിസ്തുവിലാക്കിയത്? ഒരു വാക്യം നോക്കിയാട്ടെ. നമ്മളെ ആരാണ് നമ്മളെ ക്രിസ്തുവിലാക്കിയത്? 1 കൊരിന്ത്യർ 1-ാം അധ്യായം നോക്കിയാട്ടെ. എത്രയോ മനോഹരമായൊരു വാക്യമാണ്. എത്രയോ മനോഹരമായ വാക്യം, ആരാധനാത്മകമായി നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുന്നൊരു വാക്യമാണ്. 1 കൊരിന്ത്യർ 1-ന്റെ 30-ാം വാക്യം. നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു. പൗലോസ് കൊരിന്ത്യ വിശ്വാസികൾക്ക് എഴുതുകയാണ്. നിങ്ങളോ അവനാൽ, ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഓഫ് ഗോഡ് ആർ യു ഇൻ ക്രൈസ്റ്റ്. ബിക്കോസ് ഓഫ് ഗോഡ് യു ആർ ഇൻ ക്രൈസ്റ്റ്. ദൈവം മൂലം നിങ്ങൾ ക്രിസ്തുവിലായി മാറി. നമ്മളെ ക്രിസ്തുവേശുവിലാക്കി. ബിക്കോസ് ഓഫ് ഗോഡ് യു ആർ ഇൻ ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്തുവിലായി മാറിയിരിക്കുന്നത് ദൈവം മൂലമാണ്. ദൈവം നമ്മളെ മുന്നമേ കണ്ടു. യുഗങ്ങൾക്ക് മുന്നമേ നമ്മളെ കണ്ടു. കാലത്തിൻ്റെ തികവിൽ തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി നാം അത് വിശ്വസിച്ചപ്പോൾ നമ്മളെ ആദമിൻ്റെ സന്തതികളായി നമ്മളെ അടർത്തിയെടുത്ത്, നാം നേരത്തെ അത് കണ്ടു. ഒടുക്കത്തെ ആദാം, 1-ാമത്തെ ആദാം നമ്മൾ പഠിക്കുകയുണ്ടായി. നമ്മളെ അടർത്തിയെടുത്ത് ക്രിസ്തുവിലാക്കി. ആത്മസ്നാനത്താൽ ക്രിസ്തുവിലാക്കി. ഇൻ ക്രൈസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തു മധ്യാകാശത്തിൽ വരുമ്പോൾ ആ കാഹളധ്വനി കേൾക്കുമ്പോൾ പുനരുദ്ധാനം പ്രാപിക്കുന്നത് 1 ദശലോനിക്കർ 4-ാം അധ്യായത്തിൽ വായിക്കുന്നു. ക്രിസ്തുവിൽ മരിച്ചവർ. പഴയ നിയമഭക്തന്മാരോടെ ഇല്ല. ക്രിസ്തുവിൽ എന്ന പദവി ലഭിച്ചത് ആത്മസ്നാനത്താൽ ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ബന്ധപ്പെട്ടു. നാം അവൻ്റെ മാർമിക ശരീരമായി മാറി. എന്നെ കേൾക്കുന്ന സൗരസ്വന്മാരെ, നമുക്ക് ശിക്ഷയില്ല. അതിൻ്റെ ഒറ്റ കാരണം, വി ആർ ഇൻ ക്രൈസ്റ്റ്. ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷയുമില്ല. ഈ വാക്യം പറയുന്നില്ല പരാജയങ്ങളില്ലാത്തവർക്ക് ശിക്ഷയില്ല, തെറ്റിയാത്തവർക്ക് ശിക്ഷയില്ല. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. there will be mistakes, there will be failures. പരാജയങ്ങളും തെറ്റുകളും ഒക്കെ നമ്മളിൽ വരും. അതുകൊണ്ട് നമുക്ക് ശിക്ഷയുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് ശിക്ഷയില്ല. ദൈവത്തിൻ്റെ കരത്തിൽ നിന്ന് നമ്മളെ ശിക്ഷിക്കുന്ന ശിക്ഷയില്ല. നമ്മുടെ പരാജയത്തെയോ നമ്മുടെ പ്രവർത്തനത്തെ ഒന്നും ആസ്പദമാക്കിയല്ല. നാം 1 യോഹന്നാൻ 1:8 ഒരു വാക്യം വായിക്കുന്നുണ്ട്. ഇതോടനുബന്ധിച്ച് നമുക്കൊന്ന് വായിക്കാം. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. അവിടെ യോഹന്നാൻ, നമുക്കറിയാം യോഹന്നാൻ ലേഖനം എഴുതുന്നത് വിശ്വാസികൾക്കാണെന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവജനത്തിനാണ് എഴുതുന്നത്. അവരോട് പറയുന്ന വാക്ക് നോക്കിയാട്ടെ. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. നമുക്ക് പാപമില്ലെന്ന് നാം പറയുന്നെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മളില്ലാതായി. ഒരു മനുഷ്യനും ഒരു കാലത്തും പറയാനൊക്കില്ല എന്നില് പാപമില്ലെന്ന്. പാപപ്രകൃതിയുള്ള മനുഷ്യരാണ് നമ്മൾ. കഴിഞ്ഞ ദിവസവും നമ്മൾ പഠിച്ചു, പൗലോസ് പറഞ്ഞ വാക്ക്, മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയില്ലായിരുന്നു. 10-ാമത്തെ കൽപ്പന. എല്ലാവരും തെറ്റിക്കുന്നതാണ്. പാപമില്ലെന്ന് ആർക്കും പറയാൻ നിവൃത്തിയില്ല. തിരുമേനിയെന്നും ഐമേനിയെന്നും മനുഷ്യനെ വേർതിരിക്കാൻ നിവൃത്തിയില്ല. എല്ലാവരും പാപത്തിൻ്റെ കീഴില്ല. വിശുദ്ധന്മാരുടെ പട്ടിയെടുത്ത് നോക്കി. പാപം ചെയ്യാനായിട്ടല്ല ഞാൻ പറയുന്നത്. പാപം ചെയ്യാൻ പാടില്ല, നമുക്ക് ചെയ്യാൻ നിവൃത്തിയില്ല. എന്നാൽ പറ്റിപ്പോകാം. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു, അബ്രഹാം തൻ്റെ ഭാര്യ സഹോദരിയാണെന്ന് പറഞ്ഞു, കള്ളം പറഞ്ഞു. ദാവീദ് വ്യഭിചാരം ചെയ്തു. പത്രോസ് വാളെടുത്തൊരുത്തനെ കൊല്ലാൻ നോക്കി കർത്താവിനെ തള്ളി പറഞ്ഞു. ഈ വിശ്വാസ വീരന്മാരുടെ ഒക്കെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാപം ചെയ്താൽ അതിൻ്റെ പരിണിത ഫലങ്ങളൊക്കെ അനുഭവിക്കും. കോൺസിക്വൻസ് വിൽ ബി ദർ. പക്ഷേ ശിക്ഷയില്ല, അവരെ തള്ളിക്കളയില്ല. അതിൻ്റെ ഒറ്റ കാരണം നാം കർത്താവിലാണെന്നുള്ളതാണ് അതിൻ്റെ മഹത്വം. നാം ഇവിടെ ചിന്തിച്ച വസ്തുതയാണ്
നാം ക്രിസ്തുയേശുവിലായി എന്നുള്ള കാരണത്താൽ we will not have any condemnation. ഒരു ശിക്ഷയും നമുക്കില്ല. നമ്മൾ ഓർക്കണം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പഠിച്ചു, ന്യായപ്രമാണമാണ് നമ്മളെ ശിക്ഷിക്കുന്നത്. പാപികളെ ന്യായം വിധിക്കുന്ന ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ ആസ്പദമാക്കിയ പാപികളെ ന്യായം വിധിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ ആസ്പദമാക്കി അവരെ ശിക്ഷിക്കുമ്പോൾ, ദൈവമക്കൾക്ക് 7-ാം അധ്യായത്തിൽ പഠിപ്പിച്ചു ന്യായപ്രമാണത്തിൽ നമ്മളെ മോചിപ്പിച്ചിരിക്കുകയാണ്. ന്യായപ്രമാണം കണ്ടം ചെയ്യും, ന്യായപ്രമാണം ശിക്ഷിക്കും, ന്യായപ്രമാണം കുറ്റബോധം തരും. പക്ഷേ ന്യായപ്രമാണത്തിൽ നമ്മളെ വേർപെടുത്തിയിരിക്കുകയാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു കാര്യം. നമ്മൾ ആദ്യത്തെ 4 വാക്യങ്ങളിൽ ഇതോടുള്ള ബന്ധത്തിൽ ചില പഠനങ്ങളുണ്ട്. നോക്കുക, 3 കാര്യങ്ങൾ പൗലോസ് എടുത്ത് പറയുന്നു. 2-ാം വാക്യം നോക്കിയാട്ടെ, അവിടെ 3 കാര്യങ്ങൾ എടുത്ത് പറഞ്ഞു. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. വീണ്ടും അവിടെ നോക്കിയ സ്വാതന്ത്ര്യം, ഫ്രീഡം. നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന ഫ്രീഡം, ആ വാക്ക് അവിടെ വീണ്ടും വരുന്നു, ഫ്രീഡം. ക്രിസ്തുയേശുവിൽ ഫ്രീഡം, നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. വി ആർ ഫ്രീ ഫ്രം ദ ലോ. ഇവിടെ വായിക്കുന്നത് എന്താണ്? ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. അത് പാപത്തിൻ്റെയും മരണത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം വരുത്തി. ഞാനിങ്ങനെ ദൃഷ്ടാന്തം പറയാറുണ്ട്. വിശ്വാസ ജീവിതത്തിലുള്ള ബന്ധത്തിൽ ഒരു ദൃഷ്ടാന്തം പറയാറുണ്ട്. എയർപോർട്ടിലൊക്കെ ചെന്നാൽ പ്ലെയിൻ കിടക്കുന്ന കാണാം. എത്ര ടൺ ഭാരമാ ജംബോ ജെറ്റൊക്കെ. ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. ജംബോ ജെറ്റ്, എന്നോ പ്ലെയിനാ, എത്ര മനുഷ്യരാ കയറുന്നത്. ഈ ആളുകളെല്ലാം കയറി ഓരോരുത്തൻ്റെ കയ്യിലുണ്ട് 1-2 പെട്ടി, ഇതെല്ലാം ഇതിനകത്ത് കയറ്റി, ഈ ലഗേജും ഇത് മുഴുവൻ ഇതിനകത്ത് കയറ്റി. ഈ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി, ഈ ആകർഷണം, ഭൂമിയുടെ ആകർഷണം ഇതിനെ വലിച്ചു പിടിച്ചിരിക്കുക താഴോട്ട്. ഈ പ്ലെയിൻ എങ്ങനെ ചലിക്കും? ഈ പ്ലെയിന് പൊങ്ങാൻ ഒരു നിവൃത്തിയില്ല. പക്ഷേ ഇതിനകത്തൊരു സ്പിരിറ്റ് ഉണ്ട്, ഏവിയേഷണൽ സ്പിരിറ്റ്. അതിൻ്റെ പെട്രോളിനെക്കാട്ടി പ്യൂരിഫൈ ചെയ്തൊരു സാധനമാണ് ഏവിയേഷണൽ സ്പിരിറ്റ്. ഇതങ്ങോട്ട് കത്തിക്കഴിയുമ്പോൾ നമ്മൾ നോക്കിയാൽ കാണാം ഈ ജംബോ ജെറ്റൊക്കെ അങ്ങ് കടന്നു പോകുന്നേ. ഈ ഭാരമൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നമുക്ക് ഫ്രീഡം തന്നതാരാ? ജീവൻ്റെ ആത്മാവ്. എന്നിൽ 2 പ്രമാണമുണ്ട്. പാപത്തിൻ്റെ പ്രമാണമുണ്ട്, മരണത്തിൻ്റെ പ്രമാണമുണ്ട്. എന്നാൽ ഇവിടെ വായിക്കുന്നുണ്ട്, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് സ്വാതന്ത്ര്യം തരികയാണ്. ഇവയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് ഉയർന്ന് പറക്കുവാൻ എന്നെ സഹായിക്കുന്നു. ലോ ഓഫ് സിൻ ആൻഡ് ലോ ഓഫ് ഡെത്ത്. 2 പ്രമാണമുണ്ട്. മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ ആ കൊച്ചു കുഞ്ഞിനെ നോക്കിയേ, അവനെ പഠിപ്പിക്കേണ്ടത് ചെയ്യാതിരിക്കാനാ, ഓരോ തെറ്റുകൾ ചെയ്യാതിരിക്കാനാ. അവൻ തെറ്റ് ചെയ്യാൻ തുടങ്ങുന്നതിൻ്റെ കാരണം എന്നാ? അവൻ്റെ ശരീരത്തിലൊരു ലോ ഓഫ് സിന്നുണ്ട്, പാപത്തിൻ്റെ ഒരു പ്രമാണമുണ്ട്. അതുപോലെ മരണത്തിൻ്റെ ഒരു പ്രമാണമുണ്ട്. ആ കുഞ്ഞ് ജനിച്ചു വീണ് കഴിഞ്ഞാൽ അമ്മ എത്ര കെയർഫുള്ളായിട്ടാണ് നോക്കുന്നത്, എത്രയോ കെയർഫുള്ളായിട്ടാണ് നോക്കുന്നത്. ആ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതും അതിനെ എടുത്ത് പൊതിയുന്നതും ഓരോ നിമിഷവും അതിനെ ശ്രദ്ധിക്കുന്നു. കാരണം അപകടം സംഭവിക്കും, മരണം സംഭവിക്കും, അതിനെ സൂക്ഷിക്കുന്നു. അതുപോലെ എന്നിൽ ഒരു പ്രമാണമുണ്ട്, പാപത്തിൻ്റെ പ്രമാണമുണ്ട്, മരണത്തിൻ്റെ പ്രമാണം. 1 കൊരിന്ത്യർ 15:56 നമ്മൾ വായിച്ചു. മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തി ന്യായപ്രമാണം. പാപത്തിൻ്റെ ശക്തി ന്യായപ്രമാണം. ആ ന്യായപ്രമാണത്തിൽ നിന്നൊക്കെ എനിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. 7-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുയേശുവിൻ്റെ ശരീരമുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. പാപത്തിൻ്റെ ശക്തി ന്യായപ്രമാണം. പക്ഷേ ആ ന്യായപ്രമാണം നമുക്കില്ല. നമ്മളതിന് മരിച്ചിരിക്കുകയാണ്, നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുകയാണ്. നമ്മൾ 7-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച പോലെ ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കണം. ആ സ്പിരിറ്റ് എന്നുള്ളത് നമ്മൾ പഠിച്ചു, ക്യാപിറ്റൽ എസ് ആണ്. പരിശുദ്ധാത്മാവിൻ്റെ ന്യൂനസ്, പരിശുദ്ധാത്മാവ് നമ്മളെ പുതുക്കമുള്ളതാക്കി ശക്തി പകർന്ന് അതിൻ്റെ ആ പുതുമയിൽ ജീവിക്കാൻ. അല്ല ന്യായപ്രമാണം കഷ്ടപ്പെട്ട് അതിനെ അനുസരിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് ദുഃഖമനുഭവിച്ച് മുന്നോട്ട് പോകാനല്ല. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ന്യൂനസ് ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിൻ്റെ പുതുക്കം എനിക്ക് പരിശുദ്ധാത്മാവിനാൽ കിട്ടുകയാണ്.
എന്നിട്ട് ഇനിയും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവിടെ ന്യായപ്രമാണത്തിന് നമ്മുടെ മേലൊരു അധികാരവുമില്ല. 2-ാം വാക്യം അത് പൗലോസ് ആദ്യം പഠിപ്പിക്കുകയാണ്. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തി. ലോ ഹാസ് നോ ക്ലെയിം ഓൺ മീ, ഐ ഹാവ് ദ ഫ്രീഡം. എനിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. 3-ാം വാക്യം നോക്കിയാട്ടെ. 2-ാമത്തെ കാര്യം, ദ ലോ കനോട്ട് കണ്ടം മീ. ന്യായപ്രമാണത്തിന് എന്നെ ശിക്ഷിക്കാൻ കഴിയില്ല. 3-ാം വാക്യം, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ദ ലോ കനോട്ട് കണ്ടം മീ. എന്താ കാരണം? ന്യായപ്രമാണത്തിന് എന്നെ ശിക്ഷിക്കാൻ കഴിയില്ല. കാരണം എന്നാ? ഒരു പ്രമാണമുണ്ട്, ലോ ഓഫ് ഡബിൾ ജിയോപാർട്ടി. അതായത് ഒരു ലോകത്തിൽ ഒരു സ്ഥലത്തും ഒരു ന്യായാധിപ കോടതിയിലും ഒരു കുറ്റത്തിന് 2 ശിക്ഷയില്ല. ഒരു കുറ്റം ചെയ്താൽ 2 ശിക്ഷ കൊടുക്കാൻ ആർക്കും കഴിയില്ല. ഇവിടെ എൻ്റെ ബലഹീനത നിമിത്തം ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യം, ആ വാക്ക് ശ്രദ്ധിക്കണം, പാപത്തിൻ്റെ സാദൃശ്യത്തിൽ എന്നല്ല, പാപജഡത്തിൽ, ഇൻ ദ ലൈക്നെസ് ഓഫ് സിൻഫുൾ ഫ്ലഷ്. ഇൻ സിൻഫുൾ ഫ്ലഷ് എന്നല്ല, പാപജഡത്തിൽ അയച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര തെറ്റാ. അങ്ങനെയല്ല പറയുന്നത്, പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചു. ഇൻ ദ ലൈക്നെസ് ഓഫ് സിൻഫുൾ ഫ്ലഷ്. ആ പാപത്തിന് ശിക്ഷ വിധിച്ചു. എന്നിൽ സാധിപ്പിക്കാത്ത കാര്യം ദൈവം സാധിപ്പിച്ചു തരികയാണ്. തൻ്റെ പുത്രനെ ശിക്ഷിച്ച്, നമ്മൾ ഓർത്ത പോലെ ഇനിയും എനിക്ക് ശിക്ഷയില്ല. ഫ്രീഡം ഫ്രം കണ്ടംനേഷൻ. എന്നെ ശിക്ഷിക്കാൻ നിവൃത്തിയില്ല. കാരണം 2 പ്രാവശ്യം ശിക്ഷിക്കാൻ നിവൃത്തിയില്ല. ഞാൻ ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്ന കാരണത്താൽ എൻ്റെ ശിക്ഷ ക്രിസ്തുവിൽ ദൈവം നടത്തി എനിക്ക് സ്വാതന്ത്ര്യം തന്നു. 3-ാമത് പറയുന്നു, 4-ാമത്തെ വാക്യം നോക്കിയാട്ടെ, ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മൾ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിപ്പാൻ. ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിപ്പാൻ. നമ്മൾ ഓർത്തു, ന്യായപ്രമാണം എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. ന്യായപ്രമാണം നല്ലതാണ്, അത് ആത്മീയമാണ്, അത് വിശുദ്ധമാണ്. പക്ഷേ ന്യായപ്രമാണം എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ കണ്ടു. നമുക്ക് പാപത്തിൻ്റെ ബോധം തരും, നമ്മളെ അത് പാപം ചെയ്യാൻ പ്രേരിപ്പിക്കും, നമ്മളെ ശിക്ഷിക്കും. അതിന് ഒരു വിശുദ്ധ ജീവിതം നമ്മളിൽ നയിക്കുവാനായിട്ടുള്ള ശക്തി പകരാൻ നിവൃത്തിയില്ല ന്യായപ്രമാണത്തിന്. ഇറ്റ് ക്യാൻ ഓൺലി കണ്ടം അസ്. നമ്മളെ ശിക്ഷിക്കാനേ കഴിയുള്ളൂ. എന്നാൽ നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവുണ്ടല്ലോ, ആ പരിശുദ്ധാത്മാവ് ദൈവത്തെ അനുസരിച്ച് ജീവിപ്പാൻ നമ്മളെ അനുവദിക്കുകയാണ്. നമുക്കതിന് ശക്തി പകർന്നു തരികയാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം നോക്കിയാട്ടെ. ഗലേഷ്യൻസ് ചാപ്റ്റർ 5, അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തുവേശുള്ളവർ ജഡത്തെ അതിൻ്റെ രാഹുമോടെ കുറിച്ച് ആത്മാവിനാൽ നാം ജീവിക്കുന്നെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും വൃഥാഭിമാനികളാകരുത്. ഇവിടെ നമ്മൾ വായിക്കുന്നു, ആത്മാവിനാൽ ജീവിക്കുന്നെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയാണ്. ഇവിടെ നമ്മൾ വായിച്ചു, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മൾ ന്യായപ്രമാണത്തിൻ്റെ നീതി, എത്തിക്സ് ഓഫ് ദ ലോ. ന്യായപ്രമാണം ദൈവത്തിൻ്റെ വിശുദ്ധിയുള്ളതാണ് നമ്മൾ കണ്ടു. ന്യായപ്രമാണം അനുസരിപ്പാൻ നമ്മൾ കടംപെട്ടവരല്ല. നീതീകരണം ലഭിപ്പാൻ, ദൈവമുമ്പിൽ അംഗീകാരം കിട്ടുവാൻ ന്യായപ്രമാണം അനുസരിപ്പാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. നമ്മളെ അതിൽ നിന്ന് മോചിപ്പിച്ചു. എന്നാൽ രക്ഷിക്കപ്പെട്ട നമ്മൾ ദൈവത്തിൻ്റെ വിശുദ്ധ പ്രമാണങ്ങളുടെ സത്ത്, എത്തിക്സ്, കൊല ചെയ്യരുത്, കൊലപാതകം കൂടുന്ന തുടങ്ങുന്നേ, മനസ്സിൻ്റെ ഉള്ളിൽ വൈരാഗ്യങ്ങളുണ്ടായി, ആ പക അത് ഉണ്ടായി, സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകനാണ്. പകയ്ക്കുവാൻ നിവൃത്തിയില്ല. സ്ത്രീയെ മോഹിക്കരുത്, ആക്റ്റല്ല. പഴയ നിയമത്തിൽ വ്യഭിചാരം ചെയ്ത വ്യഭിചാരം. എന്നാൽ അതിൻ്റെ റൂട്ടെന്ന് പറയുന്നത് മനസ്സിൽ ഡിറ്റർമിനേഷൻ. കോടതിയിലും നമുക്കറിയാം, അത് കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണ്, കരുതിക്കൂട്ടിയുള്ള പ്രവൃത്തിയാണ്, അരുതാതെ സംഭവിച്ചു പോയതാണ്. ഇതിന് 2-നും 2 ശിക്ഷയാണ്. മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വരാതെ പ്രവൃത്തി വരത്തില്ല. ബിഹൈൻഡ് എവറി ആക്ട് ദർ ഇസ് എ ബിഹൈൻഡ് എവറി ഈവിൾ ആക്ട് ദർ ഇസ് എൻ ഈവിൾ തോട്ട്. ഏത് ദുഷ്ടപ്രവൃത്തി പ്രവർത്തിച്ചാലും അതിൻ്റെ പുറകിലൊരു ദുഷ്ടചിന്തയുണ്ട്.
എന്നാൽ ന്യായപ്രമാണം അത് നിവർത്തിക്കുന്നു. തിരുവചനത്തിൽ വായിക്കുന്നു, കർത്താവ് ന്യായപ്രമാണത്തെ രണ്ടായി തിരിച്ചു. സ്നേഹം ന്യായപ്രമാണത്തിന് നിവൃത്തിയാണ്. സ്നേഹിക്കുന്നവൻ ഈ 10 കൽപ്പന കർത്താവ് കണ്ടൻസ് ചെയ്ത് രണ്ടാക്കി തീർത്തു. നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുക, അതുപോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഞാൻ ചോദിച്ചോട്ടെ, എൻ്റെ അയൽവാക്കാരനെ സ്നേഹിക്കുമ്പോൾ ഞാനവൻ എന്തെങ്കിലും ദോഷം ചെയ്യാൻ പോകുമോ? പോകില്ല. അതിനകത്ത് ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിച്ചെടുക്കുകയാണ്. അതിന് ശക്തി പകരുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് ശക്തി പകർന്നു തരും. നമ്മൾ ഓർത്തതുപോലെ ന്യായപ്രമാണത്തിനായി ശക്തിയില്ല, എന്നാൽ പരിശുദ്ധാത്മാവിനായി ശക്തി പകർന്നു തരികയാണ്. നമ്മൾ ഫിലിപ്പ് ലേഖനം 2:13 വായിക്കുകയുണ്ടായി, ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും ദൈവം എന്നിൽ പ്രസാദിച്ച് നിവർത്തിക്കുകയാണ്. എന്നിൽ പ്രവർത്തിക്കുന്നതും ആ പ്രവർത്തന നിരതനായി എന്നെ തീർക്കുന്നതും പരിശുദ്ധാത്മാവാണ്. എനിക്കൊന്നും പുകഴാനായിട്ടില്ല, എല്ലാം കർത്താവ് നിവർത്തിക്കുന്നു. ഇവിടെ നമ്മൾ വായിച്ചതുപോലെ 8-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ജഡത്തെയല്ല ആത്മാവിനെ അത്രയെ അനുസരിച്ച് നടക്കുന്ന നമ്മൾ ന്യായപ്രമാണത്തിന് നീതി നിവർത്തിക്കുക. നമുക്കിനി 5 തൊട്ട് താഴോട്ടുള്ള വാക്യം, ഫ്രീഡം ഫ്രം ഡിഫീറ്റ്, പരാജയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നോക്കാം. 5-ാം വാക്യം തുടങ്ങി വായിക്കാം. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവന് സമാധാനം തന്നെ. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുതയാകുന്നു, അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകും. ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഫ്രീഡം ഫ്രം ഡിഫീറ്റ്, പരാജയത്തിൽ നിന്നുള്ള ആ വിടുതലിനോടുള്ള ബന്ധത്തിൽ 4 കോൺട്രാസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. 4 വിധമായ കോൺട്രാസ്റ്റ് എടുത്ത് കാണിക്കും. 12-ാം വാക്യം നോക്കിയാട്ടെ. അതിൻ്റെ 12-ാം വാക്യം, ആകയാൽ സഹോദരന്മാരെ നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കുകയാണെന്ന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. എന്താണ് അതിൻ്റെ ഒബ്ലിഗേഷൻ? നമ്മുടെ കടം ആരോടാണ്? ജഡത്തിനല്ല. ജഡം, there is no obligation to the old nature. നമ്മുടെ പഴയ സ്വഭാവത്തോട് യാതൊരു കാരണവശാലും നാം കടംപെട്ടവരല്ല. ആ പഴയ സ്വഭാവം പാപം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു, നമ്മളെ ന്യായവിധിയുടെ കീഴിലാക്കുന്നു, നമ്മളെ ശിക്ഷിക്കുന്നു. എന്നാൽ ഇന്ന് നമ്മളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. 5-ാം അധ്യായത്തിൽ എന്താ പഠിച്ചത്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് അടുത്തായിട്ട് നമ്മൾ വായിച്ചു, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നു. രക്ഷിക്കപ്പെട്ടവർക്ക് ആദ്യദാനം, അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം നോക്കിയാട്ടെ. റോമലേഖനം 8:23, അനേക ദാനങ്ങൾ ദൈവം നമുക്ക് തരും രക്ഷിക്കപ്പെടുമ്പോൾ. പക്ഷെ അവിടെ വായിക്കുന്ന തന്നെ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം. സോ ദൈവം അനേക ദാനങ്ങൾ നമുക്ക് തരുമ്പോൾ, ഗിഫ്റ്റ് തരുമ്പോൾ, ആദ്യം തരുന്ന ഗിഫ്റ്റ് പരിശുദ്ധാത്മാവിനെയാണ്. ഞാനിങ്ങനെ പറയട്ടെ, ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ ഒരു ചുവട് നമുക്ക് വെക്കാനായിട്ട് സാധിക്കില്ല. ഒരു ചുവട് നമുക്ക് മുന്നോട്ട് വെക്കാനായിട്ട് സാധിക്കില്ല. ഇനിയുള്ള ഭാഗമുണ്ടല്ലോ, ഫ്രീഡം ഫ്രം ഡിഫീറ്റ്. ആ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ, സൂക്ഷിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അറിയാം, അവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു. പൗലോസ് ഇവിടെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ലൈഫ് ഓൺ 3 ഡിഫറെൻറ്റ് ലെവൽസ്, 3 ലെവലിലാണ് ജീവിതത്തെ പൗലോസ് കൂടെ വരച്ച് കാണിക്കുന്നത്. ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ, 3 ലെവലിൽ കാണും. അത് വളരെ വിശദമായിട്ട് നമുക്ക് പരിശോധിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. 1-ാമത്തെ ലെവൽ, ഫസ്റ്റ് ലെവൽ, ഒന്നുകിൽ ആത്മാവുള്ളവർ അല്ലെങ്കിൽ ആത്മാവില്ലാത്തവർ. There are 2 kinds of people. 2 വിധമായ ആളുകൾ. ചുരുക്കി പറഞ്ഞാൽ ജഡികനും ആത്മീകനും എന്നുള്ളതല്ല. ജഡികനും രക്ഷിക്കപ്പെട്ടവനാണ്. നമുക്കറിയാമല്ലോ, കൊരിന്ത്യ ലേഖനത്തിൽ 3 വിധമായ ആളുകളുണ്ടെന്നുള്ളത് അറിയാമല്ലോ, അറിയില്ലേ? കൊരിന്ത്യ ലേഖനം എടുത്താട്ടെ, ഫസ്റ്റ് കൊരിന്ത്യൻസ്. There are 3 kinds of people according to the scriptures.
പരിശുദ്ധ ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നതനുസരിച്ച് 3 വിധമായ ആളുകളുണ്ട്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും 3ആയിട്ട് തിരിക്കാം. ഒന്ന്, പ്രാകൃത മനുഷ്യൻ. 19-ാം വാക്യം, 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം നോക്കിക്കാട്ടെ. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് പോഷത്വമാകുന്നു. ആത്മീയ വിവേചിപ്പാൻ്റെതാകിയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നതല്ല. ഈ പ്രാകൃത മനുഷ്യൻ എന്നുള്ളത് ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാൽ നാച്ചുറൽ മാൻ, ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്താൽ സോളിഷ് മാൻ എന്ന. സോളിഷ് മാൻ, നാച്ചുറൽ മാൻ, സോളിഷ് മാൻ. രക്ഷിക്കപ്പെടാത്ത മനുഷ്യൻ, ആത്മാവില്ലാത്ത മനുഷ്യൻ, അവൻ രക്ഷിക്കപ്പെട്ടവനല്ല. അവൻ ആത്മീകമായി ഒന്നും വിവേചിപ്പാൻ നിവൃത്തിയില്ല. അവൻ്റെ ഉള്ളിൽ ആത്മാവില്ലാത്തതുകൊണ്ട് ആത്മീകമായി ഒന്നും വിവേചിപ്പാൻ കഴിയത്തില്ല. ഹീ ഈസ് എ നാച്ചുറൽ മാൻ. ഇൻ അതർ വൈസ് ഹീ ഈസ് എ സോളിഷ് മാൻ. ഹിസ് സ്പിരിറ്റ് ഈസ് ഡെഡ് ടുവേർഡ്സ് ഗോഡ്. ദൈവത്തോട് അവൻ്റെ ആത്മാവ് മരിച്ചിരിക്കുന്നത് കൊണ്ട് ഹീ ഈസ് എ സോളിഷ് മാൻ. അവൻ രക്ഷിക്കപ്പെടാത്തവൻ. എന്നാൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ 2 പേരുണ്ട്, 2 കൂട്ടരുണ്ട്. 3-ാം അധ്യായം നോക്കിയാട്ടെ. 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മികന്മാരോടെന്ന പോലെയല്ല, ജഡികന്മാരോടെന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിവുള്ളൂ. 3-ാം വാക്യം. ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവില്ല. ഇന്നും നിങ്ങൾ ജഡികരല്ലോ. നിങ്ങളുടെ ഇടയിൽ ഈശും പിണക്കമിരിക്കാൻ നിങ്ങൾ ജഡികരും ശേഷം മനുഷ്യരെ പോലെ. കൊരിന്ത്യ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ ആരാ? നിങ്ങൾ ജഡികരാ. യു ആർ കാർണൽ മാൻ എന്ന് പറഞ്ഞാൽ യു ആർ ജസ്റ്റ് ലൈക്ക് എനി അതർ മാൻ. നിങ്ങൾ മറ്റുള്ളവരെ പോലെ ഇരിക്കുന്നു. നാച്ചുറൽ മാൻ രക്ഷിക്കപ്പെട്ടവനല്ല, സോളിഷ് മാൻ, അവൻ ആത്മാവില്ല, അവൻ രക്ഷിക്കപ്പെടാത്ത മനുഷ്യനാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ട കൊരിന്ത്യരോട് പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയുണ്ട്, പിണക്കമുണ്ട്, ആത്മീയ വളർച്ചയില്ല, ഇപ്പോഴും ദൈവജനത്തിൻ്റെ വെറും പാല് മാത്രമേ നിങ്ങൾക്ക് കുടിക്കാൻ കഴിയുന്നുള്ളൂ. നിങ്ങൾ ശേഷം മനുഷ്യരെ പോലെ ഇരിക്കുന്ന ജഡികന്മാരാണ്. ദേ ആർ കാർണൽ ബിലീവേഴ്സ്. ദൈവസഭയിൽ അങ്ങനെയുള്ളവരുണ്ട്. അവർ രക്ഷിക്കപ്പെട്ടവരൊക്കെയാണ്. അവരും കർത്താവിൻ്റെ കാളതുണിയിൽ എടുത്തുകൊള്ളപ്പെടും. അവർ പക്ഷേ ആരാണ്? കാർണൽ ബിലീവേഴ്സ്. ഈർഷ്യയും പിണക്കവും ആത്മീയ വളർച്ചയില്ലാത്ത ശിശുക്കളെ പോലെ കഴിയുന്ന ഒരു കൂട്ടരുണ്ട്. അവരാണ് കാർണൽ മാൻ, അല്ലെങ്കിൽ ജഡികനായ ഒരു വിശ്വാസി. എന്നാൽ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നോക്കിയേ. പൗലോസ് പറഞ്ഞെന്താ? നിങ്ങളോട് ആത്മികന്മാരോടെന്ന പോലെയല്ല, സ്പിരിച്വൽ മാൻ. ആത്മികന്മാർ ആരാണ്? ഈ ആത്മീയന്മാർ 2-ാം അധ്യായം നോക്കിയേ. 2-ാം അധ്യായം. ആരാണ് ഈ ആത്മീയന്മാർ? ഈ ആത്മീയന്മാരെന്ന് പറഞ്ഞാൽ അതിൻ്റെ 15-ാം വാക്യം നോക്കിയേ. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താനാരാലും വിവേചിക്കപ്പെടുന്നില്ല. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കുന്നവനാർ, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. അപ്പം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവനാണ് ആര്? ആത്മീകൻ. അപ്പോൾ ദൈവസഭയിൽ ക്രിസ്തുവിന് മനസ്സുള്ളവനുണ്ട്, ക്രിസ്തുവിന് മനസ്സില്ലാത്ത ജഡികനുണ്ട്. അപ്പോൾ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ 2 കൂട്ടരുണ്ട്. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ കൊരിന്ത്യ സഭയിൽ 2 കൂട്ടരുണ്ട്. ജഡികന്മാരുമുണ്ട്, ആത്മീകന്മാരുമുണ്ട്. ആത്മീകൻ എന്ന് പറഞ്ഞാൽ രക്തചുരുക്കം, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവൻ. അല്ലാത്തവൻ ജഡികൻ. രക്ഷിക്കപ്പെടാത്തവൻ പ്രാകൃത മനുഷ്യൻ, നാച്ചുറൽ മാൻ. അപ്പോൾ തിരുവചനത്തിൽ മാനവരാശിയെ 3ആയി തിരിച്ചിട്ടുണ്ട്. രക്ഷിക്കപ്പെടാത്ത പ്രാകൃത മനുഷ്യൻ, നാച്ചുറൽ മാൻ ഓർ സോളിഷ് മാൻ. രക്ഷിക്കപ്പെട്ടവരിൽ ജഡികന്മാരും ആത്മികന്മാരും. ആത്മികന്മാർ ക്രിസ്തുവിന് മനസ്സുള്ളവരാണ്. ഞാൻ പറയുന്നത് പൗലോസിനി നമ്മൾ 8-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അതിൻ്റെ 5 തൊട്ട് 8 വരെയുള്ള വാക്യത്തിൽ നമ്മൾ ഓർത്തതുപോലെ 3 ലെവലിലുള്ള 3 ഡിഫറെൻറ്റ് ലെവൽസ്. അതിൽ നമ്മോട് ആവശ്യപ്പെട്ടു ലിവ് ഇൻ ദ ഹയസ്റ്റ് ലെവൽ, ഏറ്റവും ഉന്നതമായ നിലവാരത്തിൽ ജീവിപ്പാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. 1-ാമത്തെ ലെവല് പൗലോസോട് പറയുന്ന ഡിഫറൻസ്, കാർണൽ മാൻ ആൻഡ് സ്പിരിച്വൽ മാൻ അല്ല, ജഡീകനും ആത്മീയനുമല്ല, രക്ഷിക്കപ്പെട്ടവനും രക്ഷിക്കപ്പെടാത്തവരും, സേവ്ഡ് ഓർ അൺസേവ്ഡ്. നോക്കാം, അതിൻ്റെ 5-ാം വാക്യം നോക്കിയാട്ടെ. ആ ഡിഫറൻസ് അവിടെ കാണാം. 5-ാം വാക്യം നോക്കിയാട്ടെ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ഇൻ ദ ഫ്ലഷ് ഓർ ഇൻ ദ സ്പിരിറ്റ്. അത്
ഡിഫറൻസ് ഇൻ തോട്ടാണ്. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളത് ചിന്തിക്കുമ്പോൾ ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു. അൺസേവ്ഡ് ഡസൻറ്റ് ഹാവ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ഒരു രക്ഷിക്കപ്പെടാത്തൊരുത്തന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിലില്ല. 9-ാം വാക്യം നോക്കിയേ, നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അവൻ രക്ഷിക്കപ്പെട്ട എല്ലാവരിലും എന്തുകൊണ്ട്? ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ട്. അല്ലെങ്കിൽ അവൻ ക്രിസ്തുവിനുള്ളതല്ലെന്നാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വ്യത്യാസമുണ്ട്, ആത്മനിറവിൽ വ്യത്യാസമുണ്ട്. എല്ലാവർക്കും ആത്മാവുണ്ട്, പക്ഷേ ആത്മനിറവിൽ വ്യത്യാസമുണ്ട്. അതൊരു വേറെ ടോപ്പിക്കാണ്. ആത്മനിറവ് എന്താണെന്നുള്ളത് പലരും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ഭാഗമാണ്, ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ഭാഗമാണ്. ആത്മനിറവെന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് വളരെ സംശയം ജനിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. ഞാൻ ആ ഭാഗം എടുക്കാനേ ഉദ്ദേശമല്ല, എന്നാലും ഞാനൊന്ന് പറയട്ടെ. ഒരു ഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം എടുത്താട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം. പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി. പള്ളിയിലുള്ളവരെല്ലാം ഇത് കേട്ടിട്ട് കോപം നിറഞ്ഞവരായി. വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട്, കോപം നിറഞ്ഞവരായി. അവരോ ഭ്രാന്ത് നിറഞ്ഞവരായി. ഇവനെ ക്രിസ്തുവിനെ എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ഭ്രാന്ത് നിറഞ്ഞവരായി, അസൂയ നിറഞ്ഞവരായി, കോപം നിറഞ്ഞവരായി, ഭ്രാന്ത് നിറഞ്ഞവരായി. ഈ വാക്ക് ആവർത്തിച്ച് തിരുവചനത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കോപം നിറയുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരുത്തന് കോപം നിറഞ്ഞു, ഒരുത്തന് ഭ്രാന്ത് നിറഞ്ഞു, ഒരുത്തന് അസൂയ നിറഞ്ഞു. എന്താ അതിനർത്ഥം? അവൻ്റെ മുഖഭാവം കണ്ടാൽ അറിയാം അവൻ കോപിച്ചിരിക്കുകയാണ്. അവൻ്റെ നടപ്പ് കണ്ടാൽ അറിയാം, അവൻ്റെ ഇടപെടൽ കണ്ടാൽ അറിയാം. അസൂയ നിറഞ്ഞൊരു മനുഷ്യൻ, അതുപോലെ ഭ്രാന്ത് നിറഞ്ഞു, ഇവനെ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അവൻ്റെ മോഹവും ഭാവവും സംസാരമൊക്കെ കേട്ടാൽ അറിയാം അവൻ കോപം നിറഞ്ഞിരിക്കുകയാണ്. ആത്മാവ് നിറഞ്ഞാലോ? ഇത്രയേ ഉള്ളൂ. കോപം നിറയുക എന്ന് പറഞ്ഞാൽ അവനെ പൂർണ്ണമായി കോപം നിയന്ത്രിക്കുകയാണ്. ഭയം നിറഞ്ഞു, അവർ ഭയം നിറഞ്ഞു. ഭയം നിറഞ്ഞു എന്ന് പറയുമ്പോൾ ഭയം അവരെ നിയന്ത്രിക്കുകയാണ്. അവരുടെ മുഖഭാവത്തിന് സംസാരത്തിനും ഭയം വിളങ്ങും. ആത്മനിറവുള്ളൊരു മനുഷ്യൻ പരിശുദ്ധാത്മ നിയന്ത്രണത്തിലായിരിക്കും. ആത്മാവ് വ്യക്തിയാണ്, തൃത്വത്തിൽ മൂന്നാമനാണ്. ഹീസ് എ പേഴ്സൺ. ആ വ്യക്തി നമുക്ക് കിട്ടി. നമുക്ക് ആത്മാവിനാൽ നിറയാന്ന് പറഞ്ഞാൽ എന്നെ ഒത്തിരി കുഴച്ചൊരു വിഷയമായിരുന്നു. എങ്ങനെയാണ് ഈ വ്യക്തിയെ കുറേശ്ശെ കുറേശ്ശെ നിറയുന്നത്? അതല്ല ഇവിടെ പറഞ്ഞത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നെ കൂടുതൽ ആത്മാവിന് കിട്ടണം, പരിശുദ്ധാത്മാവിന് എന്നെ കൂടുതൽ ലഭിക്കണം. അപ്പോൾ നമ്മളിലെല്ലാം പരിശുദ്ധാത്മാവുണ്ട്. അല്ലെങ്കിൽ ഇവിടെ വായിച്ച പോലെ, അല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിനുള്ളവരല്ല, രക്ഷിക്കപ്പെട്ടവരല്ല. രക്ഷിക്കപ്പെട്ടതാണോ നമ്മുടെ ഉള്ളിൽ ആത്മാവുണ്ട്. ആത്മാവെന്ന ആദ്യ ദാനം, ഫസ്റ്റ് ഗിഫ്റ്റ് ദൈവം തരുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. ദൈവത്തിന് അറിയാമല്ലാതെ നമുക്കൊരു ചുവട് വെക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ നോക്കുക, ഇവിടെ 5-ാം വാക്യത്തിൽ 2 വിധത്തിലുള്ള മനുഷ്യർ, ജഡത്തിലുള്ളവരും ആത്മാവിലുള്ളവരും. ജഡത്തിലുള്ളവർ ജഡത്തിലുള്ളത് ചിന്തിക്കുന്നു, ആത്മാവിലുള്ളവരോ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് മനസ്സെവിടെയായിരുന്നു? ജഡീക ചിന്തകളിലായിരുന്നു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ജഡത്തിലുള്ള നമ്മുടെ മനസ്സ് മുഴുവൻ ഫിക്സ് ചെയ്തിരുന്നത് ജഡീകമായ ചിന്തകളിലായിരുന്നു. രക്ഷിക്കപ്പെട്ട ഒരു ദൈവൈതലോ ദൈവിക കാര്യങ്ങളിൽ, പരിശുദ്ധാത്മാവിൻ്റെ ഉള്ള ബന്ധത്തിൽ നമുക്ക് ആ ദൈവിക കാര്യങ്ങളിൽ നമ്മുടെ മനസ്സിനെ പതിപ്പിക്കുവാൻ സാധിക്കും. അതാണ് ഇവിടെ 5-ാം വാക്യത്തിൽ വായിച്ചത്. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവുള്ളതും ചിന്തിക്കുന്നു. ഫസ്റ്റ് കോൺട്രാസ്റ്റ്. 6-ാം വാക്യത്തിൽ 2ാമത്തെ കോൺട്രാസ്റ്റ്, ഡെത്ത് ആൻഡ് ലൈഫ്, ജീവനും മരണവും. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും. ഒരു അൺസേവ്ഡ് പേഴ്സൺ, അവൻ ഈസ് ഫിസിക്കലി അലൈവ് ബട്ട് സ്പിരിച്വലി ഡെഡ്. അവൻ ശാരീരികമായി ജീവിച്ചിരിക്കുന്നെങ്കിലും ആത്മികമായി മരിച്ചവനാണ്. ആത്മിക മരണം സംഭവിച്ചു. നമ്മൾ 1 കൊരിന്ത്യർ 2:14 വായിച്ച പോലെ പ്രാകൃത മനുഷ്യനാണ്. അവന് ദൈവാത്മാവിൻ്റെ ആലോചന കൈക്കൊള്ളാൻ നിവൃത്തിയില്ല. ഈ സിന്നർ മാൻ ഈസ് ഡെഡ് ടുവേർഡ്സ് ഗോഡ്. ഹീ കനോട്ട് ഡിസേൺ വാട്ട് ഗോഡ് സ്പീക്സ്. ദൈവം സംസാരിക്കുന്നതോ ദൈവവചനത്തെയോ അവന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഡെത്തും ലൈഫും. ഒരു അൺസേവ്ഡ് പേഴ്സൺ, അവൻ മരിച്ചവനാണ്. എന്നാൽ
വീണ്ടും ജനിച്ച പൈതൽ ജീവനും സമാധാനവും. ജീവന് സമാധാനം. മൂന്നാമത് പറയുന്നത് 6-7 വാക്യം നോക്കിയാട്ടെ. 6-7 വാക്യം. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുതം, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതല്ല. നമ്മൾ 7-ാം വാക്യത്തിൽ വായിക്കുന്നു, ഇറ്റ് ഈസ് വാർ വിത്ത് ഗോഡ്. ദൈവത്തോട് ഒരു യുദ്ധത്തിലാണ്. ജഡസ്വഭാവമുള്ളവർ ദൈവത്തോട് ശത്രുതയാണ്. എന്നാൽ നമ്മൾ ഇന്ന് ആരാണ്? 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വായിച്ചു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് കർത്താവായ യേശുക്രിസ്തു മൂലം പിതാവായ ദൈവത്തോട് സമാധാനം. വി ആർ ഇൻ പീസ്. രക്ഷിക്കപ്പെടാത്ത ഒരുത്തൻ ഹീസ് ഇൻ വാർ വിത്ത് ഗോഡ്. ദൈവത്തോട് അവൻ പോരാട്ടത്തിൽ കഴിയുമ്പോൾ രക്ഷിക്കപ്പെട്ട ഞാൻ ദൈവത്തോട് സമാധാനം അനുഭവിക്കുന്നവനാണ്. നമ്മൾ ഓർക്കണം രക്ഷിക്കപ്പെടാത്ത ഒരുത്തൻ്റെ സ്ഥിതി. യെശയ്യാപ്രവചനം ഒരു വാക്യം വായിക്കാം. ഐസിയ 48:22. ഒരു രക്ഷിക്കപ്പെടാത്ത ഒരുത്തന് സമാധാനമില്ല. യെശയ്യാപ്രവചനം 48:22. ഐസിയ 48:22. ദൈവം പറയുന്ന വാക്കാണ്, ദുഷ്ടന്മാർക്ക് സമാധാനമില്ലെന്ന് യഹോവ അരുളി ചെയ്യുന്നു. There is no peace. 57-ാം അധ്യായം നോക്കിയാട്ടെ, അതിൻ്റെ 20-ാം വാക്യം. ഐസിയ 57:20. 57:20. ദുഷ്ടന്മാരോ കലങ്ങിമറിയുന്ന കടൽ പോലെയാണ്, അതിനടങ്ങിയിരിക്കാൻ കഴിയില്ല. അതിൻ്റെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു. ദുഷ്ടന്മാർക്ക് സമാധാനമില്ലെന്ന് എൻ്റെ ദൈവം അരുളി ചെയ്യുന്നു. They don't have peace. ഇളകിമറിയുന്ന കടൽ പോലെയാണ്. ഇവിടെ നമ്മൾ വായിച്ചെന്താ? ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുതയാണ്. ആത്മാവിൻ്റെ ചിന്ത എന്താണ്? ജീവനും സമാധാനവും. 6-ാം വാക്യത്തിൽ ജീവനും സമാധാനവും. പീസ്. എന്തൊരു സമാധാനം എൻ്റെ സഹോദരന്മാരെ, എന്തൊരു സമാധാനമാണ്. 4-ാമത് നമ്മൾ വായിക്കുന്നു, 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ജഡസ്വഭാവമുള്ളവർ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിവില്ല. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്ന് വരും. ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരാണ്. ആ വാക്യത്തിൻ്റെ ആശയം എന്താണെന്ന് ചോദിച്ചാൽ, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. യു കനോട്ട് പ്ലീസ് ഗോഡ്. യു വിൽ ബി എ സെൽഫ് പ്ലീസിങ് പേഴ്സൺ. സ്വന്തമായി ആ സംതൃപ്തി അടയുന്നൊരു മനുഷ്യനായി മാറും. എന്നാൽ ആത്മസ്വഭാവമുള്ളവർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. 4 കൂട്ടം കാര്യം നമ്മൾ കണ്ടു. 1, ജഡത്തിലുള്ളവർ അല്ലെ ആത്മാവിലുള്ളവർ. 2, മരണത്തിന് വിധേയപ്പെട്ടവർ, ജീവന് വിധേയപ്പെട്ടവർ. ദൈവത്തോട് ശത്രുതയുള്ളവർ, ദൈവത്തോട് സമാധാനമുള്ളവർ. സ്വയമായി സംതൃപ്തി അടയുന്നവർ, അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ. ഇത് ലോവസ്റ്റ് ലെവലാണ്. രക്ഷിക്കപ്പെടാത്തവൻ ഹീസ് ഇൻ ദ ഫ്ലഷ്, ഹീസ് അണ്ടർ ഡെത്ത്, ഹീസ് വാർ വിത്ത് ഗോഡ്, ഹീ കനോട്ട് പ്ലീസ് ഗോഡ്. ഒരു ഏറ്റവും ജീവിതത്തിൻ്റെ താണ നിലവാരം. രക്ഷിക്കപ്പെടാത്ത ഒരുത്തൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തോട് ശത്രുതയാണ്, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല, അവൻ മരണത്തിന് വിധേയപ്പെട്ടവനാണ്, അവൻ ജഡികനാണ്, ജഡത്തിലുള്ളവനാണ്. ഏറ്റവും താണ നിലവാരം. എന്നാൽ 2-ാമത്തെ നിലവാരം നോക്കാം. സെക്കൻഡ് ലെവൽ, യു ഹാവ് ദ സ്പിരിറ്റ്. നിങ്ങൾക്ക് ആത്മാവുണ്ട്. 9-ാം വാക്യം തുടങ്ങി 9 തൊട്ട് 11 വരെ. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്ര. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്ന് വരികിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. 9-ാം വാക്യം. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. The evidence of our salvation is that we have the Holy Spirit. ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്നിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. 8-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം നോക്കിയേ. 16-ാം വാക്യം 8:16, റോമർ 8:16. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവിൽ സ്ഥാനം പിടിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനുഷ്യന് ശരീരമുണ്ട്. ഹി ഹാസ് എ ബോഡി, ഹി ഹാസ് എ സോൾ ആൻഡ് ഹി ഹാസ് എ സ്പിരിറ്റ്. അവന് ശരീരവും ദേഹിയും സോളും സ്പിരിറ്റുമുണ്ട്. അവൻ്റെ സ്പിരിറ്റിൽ പരിശുദ്ധാത്മാവ് സ്ഥാനമേറ്റെടുക്കുന്നു രക്ഷിക്കപ്പെടുമ്പോൾ. ആ സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവിനോട് ചെറിയ മന്ത്രിച്ചുകൊണ്ടിരിക്കും, യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. നീ ഒരു ദൈവപൈതലാണ്. ആത്മാവ് താനും നമ്മുടെ ആത്മാവോട്
സാക്ഷ്യം പറയും. 1 കൊരിന്ത്യർ 6 അതിൻ്റെ 19 വാക്യം നമുക്ക് പരിചയമുണ്ട്. നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിൻ്റെ നിവാസമാക്കി, ടെമ്പിൾ ഓഫ് ഗോഡ്, നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. യു ഹാവ് ദ സ്പിരിറ്റ്. രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന് പരിശുദ്ധാത്മാവുണ്ട്. അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ശരീരങ്ങൾ ആത്മാവിൻ്റെ മന്ദിരമായി. നമ്മുടെ ഉള്ളിൽ ആത്മാവ് ഇറങ്ങി വന്നു. പാപനിമിത്തം ഈ ശരീരം മരിക്കേണ്ടി വരും. നമ്മളിവിടെ വായിക്കുന്നു, പാപനിമിത്തം ഈ ശരീരം മരിക്കേണ്ടി വരുമെന്നാൽ നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മുടെ ശരീരത്തെ ഉയർപ്പിക്കും. ഈ പരിശുദ്ധാത്മാവിനെ അച്ചാരമായി നൽകിയിട്ടുണ്ട്. 2 വാക്യം നോക്കാം. 8:23 നോക്കിയാട്ടെ. റോമലേഖനം 8:23. എന്തൊരു ആശ്വാസമാണെന്ന് നോക്കിയാട്ടെ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്. വേറൊരു വാക്യം എഫേസ്യ ലേഖനം 1-ാം അധ്യായം നോക്കിയാട്ടെ. എഫീഷ്യൻസ് ചാപ്റ്റർ 1 അതിൻ്റെ 13-14 വാക്യം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായി വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടു. സൗന്മാരെ 3 സ്റ്റെപ്പ്. നിങ്ങൾ സുവിശേഷം കേട്ടു. രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം കേട്ടു. 2, നിങ്ങൾ വിശ്വസിച്ചു. യു ഹേർഡ് ദ ഗോസ്പൽ, യു ബിലീവ് ദ ഗോസ്പൽ. പിന്നെ ദൈവം ആ ബാക്കി കാര്യം ചെയ്യുന്നത്. ദൈവം 3-ാമത് എന്ത് ചെയ്തു? നമ്മളെ മുദ്രയിട്ടു. He sealed us. We heard the gospel, we believed the gospel, and God has sealed us. എന്തുകൊണ്ടാണ് സീൽ ചെയ്ത്? നമ്മളിവിടെ വായിക്കുന്നത് എന്താണ്? വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടു. The presence of the Spirit is actually the seal in me. ഞാൻ ദൈവത്തിൻ്റെതാണെന്നുള്ളതിൻ്റെ ഉറപ്പ്. 2, എൻ്റെ ശരീരം വീണ്ടെടുക്കുമെന്നുള്ളതിൻ്റെ ഉറപ്പ്. അച്ചാരം ഏണസ്റ്റ് മണി, അഡ്വാൻസ് മണി. ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാനത് മേടിച്ചുകൊള്ളാം എന്ന് അഡ്വാൻസ് പിടിച്ചു. വസ്തുക്കളൊക്കെ വിൽക്കുമ്പോൾ നമുക്കറിയാം, ഒരു അഡ്വാൻസ് കൊടുക്കും, ബാക്കി രൂപ തരുമോര്. ആ ട്രാൻസാക്ഷൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഉറപ്പിച്ചതിൻ്റെ അടയാളമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഷുവർട്ടിയാണ് ദിസ് അഡ്വാൻസ്. ഈ ശരീരം വീണ്ടെടുക്കും. ഇത് പാപനിമിത്തം മരിക്കും, ശരിയാണ്. ഇത് പൊടിയായി മാറും. ഇതൊരിക്കൽ കർത്താവ് വരാൻ താമസിച്ചാൽ മണ്ണോട് ചേരും. പക്ഷേ ഈ ശരീരം വീണ്ടും എന്നിൽ വസിക്കുന്ന ആത്മാവിനെ കൊണ്ട് ജീവിപ്പിക്കും. എന്തൊരു ചിന്തയാണ് അത്! എൻ്റെ അഷുറൻസാണ്. എനിക്ക് നൽകിയിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവ് എനിക്ക് അഷുറൻസ് തന്നിരിക്കുകയാണ്. നാം ഓർക്കണം, നമ്മൾ നേരത്തെ പഠിച്ച പോലെ ആത്മാവിൻ്റെ പുതുക്കം, ന്യൂനെസ് ഓഫ് ദ സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ന്യൂനെസ്. ഞാൻ വായിക്കുകയായിരുന്നു, D.L. മൂഡി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ രക്ഷയെക്കുറിച്ച് താൻ പറഞ്ഞത് ഇങ്ങനെ രേഖപ്പെടുത്തി: I was in a new world. The next morning the sun shone brighter and the birds sang sweeter. ഞാനൊരു പുതിയ ലോകത്തിലായി മാറി. ആ പ്രഭാതത്തിൽ സൂര്യൻ കുറച്ചുകൂടെ ഭംഗിയായി ഉദിച്ചതായും പക്ഷികളുടെ ആ പാട്ടിന് കുറച്ചുകൂടെ മാധുര്യമുള്ളതായും ഒക്കെ എനിക്ക് മനസ്സിലായി. എവറിത്തിങ് വാസ് ഇൻ ജോയ് ആൻഡ് പീസ്. ഞാനും അത് ഓർത്തു. ഞാനൊരു ശനിയാഴ്ച വൈകിട്ട് രക്ഷിക്കപ്പെടുന്നു. അത് കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ പോയത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു കുളത്തിൽ കുളിക്കാം. ഞാൻ ചെല്ലുമ്പോൾ വെള്ളത്തിനൊക്കെ നല്ല ഒരു കുറച്ചുകൂടെ ശാന്തതയും കുറച്ചുകൂടെ ഒരു പ്യൂരിറ്റി പോലൊക്കെ എനിക്ക് തോന്നി. എന്തോ ഒരു സമാധാനം, എന്തോ ഒരു സ്വസ്ഥത. നമ്മുടെ ഫിസിക്കൽ ഫാക്കൽറ്റിയിലും ആ രക്ഷയുടെ വ്യത്യാസം നാം മനസ്സിലാക്കും. കർത്താവ് നമുക്ക് നൽകിയ ആ രക്ഷയുടെ പരിശുദ്ധാത്മാവിനിലേക്ക് കടന്നു വന്നു. നമ്മൾ ഓർത്തു, ദിസ് ഈസ് എ സെക്കൻഡ് ലെവൽ. 1-ാമത്തെ ലെവലിൽ രക്ഷിക്കപ്പെടാതെ കിടക്കുന്ന ലോവസ്റ്റ് ലെവൽ. പിന്നീട് നമുക്ക് പരിശുദ്ധാത്മാവുള്ള ലെവൽ, ആത്മാവുള്ള നമ്മളിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു. സമാധാനവും ജീവനും. 3-ാമത്തെ ലെവൽ 12-ാമത്തെ വാക്യം തുടങ്ങിയാണ്, 12 തൊട്ട് 17 വരെ. അവിടെ എന്താണെന്നറിയാമോ? ആത്മാവിനിൽ ഉണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷെങ്കിൽ the Spirit
ഈസ് ഗോയിങ് ടു ഹാവ് യു. ആത്മാവിന് നിങ്ങളെ കിട്ടുന്നതാണ് 12 തൊട്ട് 17 വരെയുള്ള വാക്യം. ദാറ്റ് ഈസ് എ തേർഡ് ലെവൽ, ദാറ്റ് ഈസ് ദ ഹയസ്റ്റ് ലെവൽ. ഏറ്റവും ഉയർന്ന വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അതാണ്. അതുകൂടെ നോക്കാം. 12-ാം വാക്യം നോക്കിക്കാട്ടെ. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കുകയാണെന്ന് ജഡത്തിനല്ല കടക്കാരെ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നെങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്ന ഏവനും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രയേ പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് തന്നെ നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയും. നാം മക്കളെങ്കിലോ അവകാശികളാകും, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികൾ. നാം അവനോടുകൂടെ തിരസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. എന്തൊരു മനോഹരമായ കാര്യം. നമ്മൾക്ക് ആത്മാവുണ്ട്, ആത്മാവിനെ നമുക്കുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ദ സ്പിരിറ്റ് മസ്റ്റ് ഹാവ് us. ആത്മാവിനെ നമ്മളെ കിട്ടണം. പൗലോസ് അതിന് ആദ്യം പറയുന്ന കാര്യം, നാം ജഡത്തിനല്ല കടക്കാരായിരിക്കുന്നത്, നമ്മുടെ കടപ്പാട് ആത്മാവിനോടാണ്. നമ്മുടെ കടപ്പാട്, our obligation is not to the flesh, but our obligation is to the Holy Spirit. പരിശുദ്ധാത്മാവിനോടാണ് നമ്മുടെ ഒബ്ലിഗേഷൻ. ആത്മാവാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചത്, നമ്മളെ കൺവിക്റ്റ് ചെയ്തത്, നമുക്ക് നിത്യജീവൻ നൽകിയത്, നമ്മളെ ആ ശക്തി പകർന്ന് ഈ ന്യായപ്രമാണത്തിന് നീതി നിവർത്തിപ്പാൻ ഇടയാകുന്നത് എല്ലാം പരിശുദ്ധാത്മാവാണ്. ആരാണ് ഈ പരിശുദ്ധാത്മാവ്? തൃത്വത്തിൽ മൂന്നാമനാണ്. തൃത്വത്തിൽ മൂന്നാമനാണ്. ഹി ഈസ് വെരി ഗോഡ്. അവൻ ദൈവമാണ്. അവൻ ഇറങ്ങി വന്നെൻ്റെ ഉള്ളിൽ വസിക്കുകയാണ്. അവൻ എന്നെ പൂർണ്ണമായി ലഭിപ്പാൻ വേണ്ടി കൊതിക്കുകയാണ്. ഒന്നാമത് ഓർക്കണം, ആ ആത്മാവിനെ ആണ് ഞാൻ കടംപെട്ടിരിക്കുന്നത്. എന്നിട്ട് 13-ാം വാക്യത്തിലോട്ട് പറയുന്നു, ഇതൊരു വലിയ പഠിപ്പീരാണ്. ന്യൂ ടെസ്റ്റ്മെൻറ്റിൻ്റെ പഠിപ്പീരിൽ ഒരു വലിയ പഠിപ്പീരാണ് ഈ 13-ാം വാക്യം. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ മരിക്കും, ആത്മാവിനാൽ ശരീര പ്രവൃത്തികളെ മരിപ്പിക്കുന്നു. മോർട്ടിഫിക്കേഷൻ. യു മോർട്ടിഫൈ ദ ഫ്ലഷ്. നിങ്ങളുടെ ജഡിക ചിന്തകളെ മരിപ്പിക്കുക, കൊല്ലുക. പരിശുദ്ധാത്മാവിന് ഈൽഡ് ചെയ്യുന്തോറും നമ്മൾ ഈ സിൻഫുൾ ഡീഡ്സ് ഓഫ് ദ ബോഡി, ഈ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ചു തുടങ്ങും. 1 by 1 ആത്മാവിനാൽ ശരീര പ്രവൃത്തികളെ മരിപ്പിക്കുന്നു. മോർട്ടിഫിക്കേഷൻ അതൊരു വലിയ പഠനമാണ്. നമ്മൾ ഓർക്കണം, ഈ ജഡത്തെ മരിപ്പിക്കുക, മോർട്ടിഫൈ ചെയ്യുക. എന്നിലൂടെ ജഡാഭിലാഷങ്ങൾ ഒന്നൊന്നായി പിടിക്കുക. ഉത്തമഗീതം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു, ആ ഫലങ്ങളെ നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരെ പിടിച്ചു തരിക. ഏറ്റവും ദോഷം ചെയ്യുന്നത് ഈ ചെറിയ കുറുക്കന്മാരാണ്. മുന്തിരിവള്ളി പൂത്തങ്ങോട്ട് കിടക്കുമ്പോൾ, അതിൽ ഫലം അങ്ങോട്ട് ഉളവാകുവാൻ തുടങ്ങുമ്പോൾ വലിയ കുറുക്കന്മാരല്ല, ചെറിയ കുറുക്കന്മാർ ആ വേലിക്കുള്ളിലൂടെ അകത്ത് കയറി, അത് ഈ മുന്തിരിങ്ങയ്ക്ക് വേണ്ടി അല്ല പോകുന്നത്, ഇത് അതിനകത്ത് കിടന്ന് ഉരുളുമ്പോൾ എന്തോ പറ്റും? ഈ പൂത്തു വരുന്ന പൂക്കളൊക്കെ താഴെ പോകും, കായുണ്ടാകത്തില്ല. ഇനിയും വലിയ കുറുക്കന്മാർ ചാടിയാലും 1-2 മുന്തിരിക്കാൻ കൊണ്ട് പോകത്തേ ഉള്ളൂ, ബാക്കിയൊക്കെ അവിടെ നിൽക്കും. ഈ ചെറിയ കുറുക്കന്മാർ കിടന്ന് ഉരുണ്ട് നശിപ്പിച്ചു കളയും. ജഡത്തിൻ്റെ അനേക പ്രവൃത്തികൾ. ജഡത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് പട്ടികയിലെ പാപങ്ങളാണ് ഓർമ്മ വരുന്നത്. ഒരു നിമിഷം നോക്കിക്കാട്ടെ, ഗലാത്യലേഖനം ഒന്നെടുത്ത്. ഗലേഷ്യൻസ് ഗലാത്യലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം, 5-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം നോക്കിക്കാട്ടെ. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം. അതൊക്കെ പട്ടികയിലെ ഭാവങ്ങളാണ്. അടുത്ത നോക്കിയേ, പക, പിണക്കം, ജാരസംഘ, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, ഇങ്ങനെ പോവുകയാണ്. അതും ഈ ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്. ഡീഡ്സ് ഓഫ് ദ ഫ്ലഷ്, ചെറിയ കുറുക്കന്മാർ. എന്നാൽ നമ്മൾ ഓർത്തതുപോലെ മുന്തിരിവള്ളിയുടെ ഫലങ്ങളെ നശിപ്പിക്കുന്ന ചെറിയ കുറുക്കന്മാർ, അതിനെ മോർട്ടിഫൈ ചെയ്യണം, പിടിച്ചിറക്കണം. എന്നിൽ അസൂയുണ്ടെങ്കിൽ, എന്നിൽ ദ്വന്ദ്വപക്ഷമുണ്ടെങ്കിൽ, കർത്താവേ ഇതൊരു പാപമാണ്, എന്നിലുള്ളതാണ് എന്ന് പറഞ്ഞ് അതിനെ മോർട്ടിഫൈ ചെയ്യണം, അതിനെ മരിപ്പിച്ച് കളയണം.
നോക്കാം 14 വാക്യം. ദൈവാത്മാവ് നടത്തുന്നവനേവനും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവ്. ഇവിടെ ഒരു പഠനമുണ്ട്, ദ സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു വാക്യം നമുക്ക് വായിച്ചിട്ട് പോകാം. എഫീഷ്യൻ ലേഖനം 1-ാം അധ്യായം എടുത്താട്ടെ. Ephesians chapter 1. Ephesians chapter 1 verses 5-7. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5 തൊട്ടുള്ള വാക്യം. തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുത്തു. 5-ാം വാക്യം. Having predestined to adoption as sons by Jesus Christ to himself according to the good pleasure of his will. ഇവിടെ വായിക്കുന്നത് predestined us to the adoption of sons. പുത്രന്മാരായി നമ്മെ ദത്തെടുത്തു. ഒരുപാട് പേരെ ദത്തെടുത്ത് വളർത്തുന്നുണ്ട്. ദത്തെടുത്താൽ ആ അപ്പനും മകനും എന്നുള്ള സ്പിരിറ്റില്ല. നമ്മളെ കുടുംബത്തിലേക്ക്, ദൈവ കുടുംബത്തിലേക്ക് ദത്തെടുത്തിട്ട് ദൈവം ചെയ്ത എന്നാ ആ സ്പിരിറ്റിനെ കൂടെ തന്നു. അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന ഒരു സ്പിരിറ്റിനെ കൂടെ നമ്മുടെ ഉള്ളിലേക്ക് നൽകി. എന്നാൽ ഇവിടെ വലിയൊരു ആശയമുണ്ട്. അഡോപ്ഷൻ ആസ് സൺസ്, നോട്ട് ആസ് ബേബീസ്. കുഞ്ഞുങ്ങളായിട്ടല്ല നമ്മളെ ദത്തെടുത്തത്. നമുക്കറിയാം, നാം ദൈവ കുടുംബത്തിലേക്ക് ജനിച്ചു. ദൈവ കുടുംബത്തിലേക്ക് ജനിച്ചപ്പോൾ നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ ഒരു കുഞ്ഞ് ജനിച്ചാൽ കൊച്ചു കുഞ്ഞാ, ആ കുഞ്ഞ് വളർന്നു വരണം. എന്നാൽ ഇവിടെ അതല്ല പറയുന്നത്. വി ആർ അഡോപ്റ്റഡ് ആസ് സൺസ്. ദൈവ കുടുംബത്തിലേക്ക് ഞാൻ ജനിച്ചപ്പോൾ എന്നെ മുതിർന്ന ഒരു പുത്രനെ പോലെയാണ് കൈക്കൊണ്ടത്. അതാണ് അതിൻ്റെ ആശയം. ഞാൻ ദൈവ കുടുംബത്തിലേക്ക് ജനിച്ചു. ഞാൻ വീണ്ടും ജനിച്ചപ്പോൾ ഒരു ബേബിയായിട്ടല്ല എന്നെ അംഗീകരിച്ചത്. എന്നെ അംഗീകരിച്ചത് ആസ് എ ഗ്രോൺ അപ്പ് സൺ. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഫാദറിനെ എനിക്ക് വലിയ പേടിയായിരുന്നു. ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. പുള്ളി ഈ മുറി വന്നാൽ ഞാൻ ആ മുറി പോകും, ആ മുറി വന്നാൽ ഇപ്പുറത്ത് പോകും. ഫാദർ വീട്ടിലില്ലെങ്കിൽ എനിക്ക് വലിയ ഹാപ്പിയാണ്. അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു. എനിക്ക് പേടിയായിരുന്നു അദ്ദേഹത്തെ. എന്നാൽ ഞാൻ കോളേജിൽ കയറി, ഞാൻ ഗ്രോണപ്പായി കോളേജിലൊക്കെ കയറി കഴിഞ്ഞപ്പോൾ എന്നെ മുഖാമുഖമായി നോക്കി സംസാരിക്കാൻ, ആലോചന ചോദിക്കാൻ, ഒന്നിച്ചിരുന്ന് സംസാരിക്കുക, അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോയി. ബിക്കോസ് ഐ വാസ് എ ഗ്രോൺ അപ്പ് സൺ. ഞാനൊരു വളർന്നൊരു പുത്രനായി മാറിക്കഴിഞ്ഞപ്പം അദ്ദേഹത്തെ പോലെ തന്നെ എന്നെ കൈക്കൊണ്ട് എന്നോട് ഇടപെടാൻ തുടങ്ങി. എൻ്റെ ഭയമൊക്കെ പോയി. ദൈവ കുടുംബത്തിൽ ബേബിയായിട്ടല്ല എന്നെ അംഗീകരിച്ചേ. ഐ ആം അഡോപ്റ്റഡ് ആസ് എ സൺ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു പുത്രനെ പോലെ. ഒരു ബേബിക്ക് നടക്കാനൊക്കത്തില്ല, സംസാരിക്കാനൊക്കത്തില്ല, ഡിസിഷൻ എടുക്കാനൊക്കത്തില്ല, ആ ഫാമിലിയുടെ സ്വത്തുക്കൾ അനുഭവിപ്പാൻ സാധ്യമല്ല. എന്നാൽ ഒരു പുത്രനായി ഞാൻ വളർന്നു കഴിഞ്ഞപ്പോൾ ഐ ക്യാൻ എൻജോയ് ഓൾ ദീസ് തിങ്സ്. ഇതെല്ലാം എനിക്ക് അനുഭവിപ്പാനായിട്ട് കഴിയും.